ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിലയിൽ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വിലയേറിയ വചനവുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷൻ ബാലസംഘത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ പ്രത്യേക ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ആളുകൾ അനേകർക്ക് ആത്മീയ സന്തോഷത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഈ ശുശ്രൂഷ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു 42 ഡിവൈസസ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറച്ച് ആളുകൾ കൂടി ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. ഈ പേര് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിയുന്നത്ര ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കണമെന്ന് ഞാൻ വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. അതൊരു അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ പി ജെയിംസ് ആണ് എന്നെ ഈ കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഇടയായി തന്നത്. ഇതേ ദിവസം തന്നെ ഇന്ന് കോട്ടയം സഭയുടെ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. ഞാൻ ഈ ഇരിപ്പിടത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ല. ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ അരമണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഏതായാലും ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ഒരു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക വിഷയം എന്ന നിലയിലാണ് ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ദൈവം ആവശ്യമായ കൃപ നമുക്ക് എല്ലാവർക്കും നൽകി തന്ന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ നോക്കി കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വേദഭാഗം, ഇതിനാവശ്യമായ വേദഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരുപാട് ആത്മീയ സന്തോഷം അനുഭവിക്കാനായിട്ട് എനിക്കിടയായിട്ട് തീർന്നു. അത് നിങ്ങൾക്കും അനുഗ്രഹമായി തീരുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ 4 ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ വിഷയം നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ വിഷയം തന്നെ, അതിന്റെ ഹെഡിങ് തന്നെ ചില വസ്തുതകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദൈവകൃപയുടെ സമൃദ്ധി. ദൈവകൃപയുടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് നാം അർത്ഥമാക്കുന്നത്? ദൈവകൃപ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവകൃപയുടെ സമൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും പിന്നെ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ആ നിലയിൽ ദൈവകൃപയുടെ സമൃദ്ധി ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ടോ? കേവലം നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമായി നാം തീർന്നിരിക്കുന്നു. നാം ദൈവത്തെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നു. നാം കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു. നമുക്കൊരു ക്രമീകൃതമായ ആത്മീയ ജീവിതം ഇന്ന് നമുക്കുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതായ ഒരു സമൃദ്ധമായിരിക്കുന്ന ജീവിതം, അല്ലെങ്കിൽ ഒരു സമൃദ്ധമായ ജീവിത അനുഭവം നമ്മൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ തന്നെയും പലതും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നില്ല. പലതും നാം കേട്ട് മറന്നു പോകുന്നവരായിട്ട് ഇരിക്കുന്നു. പല കാര്യങ്ങളിൽ നാം കുറവുള്ളവരാണ്. പല കാര്യങ്ങളിൽ നാം വളരെ പോരായ്മകൾ അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് നാം ദൈവം മുമ്പാകെ സംബന്ധിച്ചേ മതിയാകുകയുള്ളൂ. വാസ്തവമായ ദൈവകൃപയുടെ സമൃദ്ധി അനുഭവിക്കുന്ന അല്ലെ അനുഭവമാക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി എന്തായിരിക്കാം? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമൃദ്ധമായിരിക്കുന്ന ഈ അനുഭവം എത്രത്തോളം ഈ നാളുകളിൽ വെളിപ്പെടുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്.
ഞാൻ ഈ വിഷയം പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ, പഠിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ആത്മീക അനുഭവങ്ങൾ, ഒരുപാട് ആത്മീയ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. മാത്രവുമല്ല, ഉപോത്പരമായി ഈ വിഷയത്തോട് ബന്ധത്തിൽ അനേക വിഷയങ്ങൾ ഇതിനോട് ചേർന്ന് വരുന്നത് മനസ്സിലാക്കുവാനും ശ്രദ്ധിപ്പാനും ഒക്കെ ഈ ദിവസങ്ങളിൽ സാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവ് വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഈ ടൈറ്റിലിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവഭക്തിയുടെ പ്രായോഗികത എന്നുള്ളതാണ്. എന്താണ് ദൈവഭക്തി എന്ന് പറയുന്നത്? ദൈവഭക്തി എന്ന് പറയുന്നതിനെ പലയിടത്തും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ദൈവഭയം എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് അവിടെ പരിഭാഷപ്പെടുത്തിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ഗോൾഡിനെസ്, ദൈവഭക്തി എന്നുള്ള വാക്ക് തന്നെയാണ് പരിഭാഷപ്പെടുത്തി തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിക്ക് ഒരു പ്രായോഗികമായ അനുഭവം ഉണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും സമ്മതിച്ചേ മതിയാകുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് മൂടി വെച്ച് കൊണ്ടുപോകുന്നതായ ഒന്നല്ല. ഭക്തി ജീവിതത്തിന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ട്. അത് വെളിപ്പെട്ടേ മതിയാകുള്ളൂ. എത്രമാത്രം നമ്മിൽ അത് വെളിപ്പെടുന്നുണ്ട് എന്നുള്ളത് നാം വിശേഷ പരിശോധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നാം 11-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വാസികൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതല്ല, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും അവർ ഭക്തന്മാർ എന്ന് പറയാനായിട്ട് കഴിയുമോ? കഴിയുകയില്ല. നമുക്കതറിയാം. സാധാരണ വിശ്വാസ സമൂഹത്തെ മുഴുവൻ നോക്കി നിങ്ങൾ ഒരു കൂട്ടം ഭക്തന്മാരാണ് എന്ന് നമുക്ക് ആർക്കും അവരെ കുറിച്ച് വിലയിരുത്തുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ ഭക്തിക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യത ഉണ്ട് എന്നുള്ളത് നാം ആരും മറന്നു പോകരുത്. ദൈവഭക്തിക്ക് ഒരു പ്രായോഗികമായ അനുഭവം ഉണ്ട് എന്നുള്ളത് നാം ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയത്തിന് ടൈറ്റിൽ കൊടുക്കുവാൻ ഇടയായി തീർന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ 14 വാക്യങ്ങൾക്ക് ശേഷം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ ധന്യനായിരിക്കുന്ന പൗലോസ് മുന്നിൽ കണ്ടിട്ട് ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാമോ? ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പൗലോസ് പറഞ്ഞത്? ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. മാത്രമല്ല അത് പ്രബോധിപ്പിക്കണം, പിന്നെ ശാസിക്കുകയും ചെയ്യണം. 3 പ്രധാനപ്പെട്ടതായ പദപ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. അങ്ങനെ പറയുമ്പോൾ ആ വിഷയത്തിന്റെ പ്രാധാന്യത എത്രമാത്രം വലുതായിട്ടാണ് ഈ ലേഖനകാരൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഇത് പൂർണ്ണ ഗൗരവത്തോടെ ആയിരിക്കണം പ്രസംഗിക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അതിലൊട്ടും ലാഘവത്തോടുകൂടെ ചിന്തിക്കുവാനായിട്ട് കഴിയുകയില്ല. ലാഘവത്തോടുകൂടി ആകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് പരിശുദ്ധാത്മാവ് നൽകി തരുന്നതെങ്കിൽ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മഹത്വം, ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ ശ്രേഷ്ഠത മാത്രം വലുതായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. മാത്രവുമല്ല, ഇവിടെ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് പ്രസംഗിക്കുക മാത്രമല്ല, പ്രബോധിപ്പിക്കണം എന്നുള്ളതായ വാക്ക് കാണുന്നു. എക്സോർട്ടേഷൻ. പ്രബോധിപ്പിക്കുക എന്നാക്കുന്ന വാക്കിന് ഒരു ആശയം കൊടുത്തത് ഇങ്ങനെയാണ് വായിക്കാൻ കഴിഞ്ഞത്. അതായത് കൂടെ ആവർത്തിച്ച് ഈ വിഷയം പറഞ്ഞ് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തണം. അതാണ് ഇവിടെ പ്രബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവർത്തിച്ച് ഈ വിഷയം അവതരിപ്പിച്ചിട്ട് ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുതകളും ഒരാലോചന പോലെ സ്വീകരിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം.
പ്രബോധനം എന്നാക്കുന്ന ആ വാക്കിന് റൂട്ട് മീനിങ് കൊടുത്തിരിക്കുന്നത് അരികെ വിളിക്കുക എന്നുള്ള ആശയത്തിലാണ്. അങ്ങനെ അരികെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി വളരെ ഗൗരവമായ നിലയിൽ ചിന്തിക്കണമെന്നുള്ള ഒരു പ്രബോധനമാണ് പൗലോസ് ഈ വിഷയത്തിൽ കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. തന്നെയല്ല, പ്രസംഗിച്ചാൽ പോരാ, പ്രബോധിപ്പിച്ചാൽ പോരാ, ജോൺ ചായ പിന്നെ എന്തും കൂടെ ചെയ്യണം, ശാസിക്കുകയും കൂടെ ചെയ്യണം. അല്ലേ? പി എസ് ജോൺ ചാൻ കോന്നിയിലുള്ള ശാസിക്കുകയും കൂടെ ചെയ്യണം. എന്തിനാ ശാസിക്കുന്നേ? പ്രസംഗിച്ചാൽ പോരെ, പ്രബോധിപ്പിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ ഒരു ശാസനം? ഈ വിഷയം സംബന്ധിച്ചുള്ള ആധികാരികമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുവാൻ ആർക്കും ഇടയാകരുത്. അങ്ങനെ വ്യതിചലിച്ചു പോകുന്നവരെ നോക്കിക്കൊണ്ട് ഒരു ശാസന കൊടുക്കേണ്ടതും തീത്തോസിനെ പൗലോസ് ഏൽപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഈ ജീവിതത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലാതെ ജീവിച്ചു പോകുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പരസ്യമായി ശാസിക്കണം എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിന്റെ പ്രാധാന്യത, അല്ലെങ്കിൽ ഈ 2-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആ ജീവിതത്തിന്റെ പ്രാധാന്യത എത്രമാത്രം ഗൗരവമായിട്ടാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനമായി തീത്തോസിനോട് ഒരു കാര്യം പറയാണ്, നീ ഈ വിഷയത്തിൽ അങ്ങേയറ്റം ജാഗരൂകനായിരിക്കണം. ആരും നിന്നെ തുച്ഛീകരിപ്പാൻ ഇടയാകരുത്. നോക്കുക, പൂർണ്ണ ഗൗരവത്തോടെ നീ പ്രസംഗിക്കണം, പിന്നെ പൂർണ്ണ ഗൗരവത്തോടെ തന്നെ നീ അത് പ്രബോധിപ്പിക്കണം, പിന്നെ നീ അത് ശാസിക്കുകയും ചെയ്യണം. അങ്ങനെ ആരും അല്ല എങ്കിൽ അവരെ ശാസിക്കുകയും ചെയ്യണം. അതുമാത്രവുമല്ല, താൻ പറയുകയാണ്, നിന്നെ ആരും തുച്ഛീകരിക്കുവാൻ ഇടയാകരുത്. ഇത് സംബന്ധിച്ച് ഒരു കുഞ്ഞുങ്ങൾ പോലും നിന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ ഇടയാകരുത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആശയം പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് കൊണ്ടുവരുന്നുണ്ട്. നീ ഇത് പഠിപ്പിക്കുന്നവനാണെങ്കിൽ, നീ ഇത് പ്രബോധിപ്പിക്കുന്നവനാണെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി നീ പറയാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിന്നെ ആരും തുച്ഛീകരിക്കുവാൻ ഇടയാകരുത് എന്ന് പറയുമ്പോൾ തീത്തോസ് ഈ ജീവിതത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് തന്നെ ചിന്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാരംഭമായിട്ട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്യന്തം ഗൗരവമുള്ളതായ ഒരു വിഷയം, അത്യന്തം പ്രാധാന്യമർഹിക്കുന്നതായ ഒരു വിഷയം നാം 4 ക്ലാസ്സുകളിലായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. 4 ക്ലാസ് കൊണ്ട് തീരുമോ എനിക്ക് അറിഞ്ഞുകൂടാ. തീരുന്നിടം വരെ നമുക്ക് പഠിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. വളരെയധികം പ്രാധാന്യതയോടുകൂടെ, വളരെയധികം ഗൗരവത്തോടുകൂടെയാണ് ഈ വിഷയം പൊതുജന സമക്ഷം പൗലോസ് അവതരിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ 2-ാം അധ്യായം മുഴുവനായിട്ട് ഒന്ന് വായിക്കണം. ഞാൻ ഇപ്പോൾ മുഴുവൻ വാക്യങ്ങളും വായിക്കുന്നില്ല. നിങ്ങൾ സമയമുള്ള പോലെ വായിച്ചാൽ മതി. മുഴുവൻ വാക്യം വായിച്ച് സമയം കളയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ 2-ാമത്തെ അധ്യായം നമുക്ക് വളരെ പരിചയമുള്ളതായ അധ്യായമായതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായം സൂക്ഷിച്ചു വായിച്ചാൽ ആവർത്തിച്ച് ഏതാണ്ട് ഒരു 4 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. ഈ തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം നാം സൂക്ഷ്മമായിട്ട് വായിച്ചാൽ 4 പ്രാവശ്യത്തോളം ആവർത്തിച്ചൊരു വാക്ക് വരുന്നു. ഏതാ വാക്കെന്ന് പറയാമോ? സൂം ആയതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് വീഡിയോയും കൂടെ ഓൺ ചെയ്യാത്തതുകൊണ്ട് പേര് വിളിച്ച് ചോദിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. എനിക്ക് മടിയൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ സൂമിൽ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. എങ്കിലും പരിധികൾ പരന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. 4 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നൊരു വാക്കാണ് സുബോധത്തോടെ. സോബർ. സുബോധത്തോടെ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഒന്ന് നോക്കാനിടയായി. സുബോധത്തോടെ എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള എന്നൊരർത്ഥം കൊടുത്തിട്ടുണ്ട്, ഗൗരവമുള്ളത്. പിന്നെ സമചിത്തനായ എന്നൊരർത്ഥം കൊടുത്തിട്ടുണ്ട്.
വിവേകശീലനായിരിക്കുക എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. സമചിത്തതയുള്ള എന്ന ഒരർത്ഥം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പദപ്രയോഗമാണ് സുബോധത്തോടെ എന്ന വാക്ക്. ഇംഗ്ലീഷിൽ സോബർ എന്നാണ് വായിക്കാനായിട്ട് കഴിയുന്നത്. സോബർ, SOBER, സോബർ. ഈ സുബോധത്തോടെ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നുണ്ടല്ലോ. ഗൗരവമുള്ളത്, അല്ലെങ്കിൽ ഗൗരവമായത്, ഗൗരവമേറിയത് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തെ ഗൗരവമേറിയതായിരിക്കുന്ന ഒരു ചിന്ത അവതരിപ്പിക്കുവാനായിട്ട് പൗലോസ് താല്പര്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2-ാം അധ്യായം വായിച്ചാൽ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. ഒന്നും കൂടെ ഞാൻ പറയാം. ഈ സുബോധമുള്ള എന്നതായിരിക്കുന്ന ഈ വാക്ക് 4 പ്രധാനപ്പെട്ട വിഷയങ്ങളോട് ചേർത്താണ് പൗലോസ് 2-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ 2-ാം അധ്യായം മുഴുവനായിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഞാൻ 4 വിഷയങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിനു മുമ്പ് വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് കുറിച്ചെടുക്കാം. 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. 2-ന്റെ 2, 5, 6, 13 ഈ വാക്യങ്ങളിലൊക്കെയാണ് സുബോധത്തോടെ എന്നുള്ള പദപ്രയോഗം കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 4 വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ഭാഗത്താണ് ആദ്യമായിട്ട് സുബോധത്തോടെ എന്ന പ്രയോഗം കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ, ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഒന്നും കൂടെ പറയാം. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഭാഗത്ത് പൗലോസ് പറയാണ് ഗൗരവമുള്ളവരായിരിക്കണം. ഗൗരവമേറിയതായ ഒരു കാര്യമെന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിപ്പാനിടയായി തീരണം. ഒരുപാട് ആശയങ്ങൾ ഇവിടെ ഉണ്ട്. എന്താണ് ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും, സഹിഷ്ണുതയുടെ സ്ഥാനത്ത് പ്രത്യാശ എന്ന വാക്കായിരുന്നെങ്കിൽ, ഇല്ലേ ജോണിച്ചാ, പ്രത്യാശ എന്ന വാക്കായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആശയം 1-13-ാം അധ്യായത്തിന്റെ അടുത്ത് പറയാൻ കഴിയുമായിരുന്നു. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. സഹിഷ്ണുത പ്രത്യാശയിലേക്ക് കടക്കുന്നതായ ഒന്നായിട്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിപ്പാണ്ട് കഴിയുന്നത്. കഷ്ടത സഹിഷ്ണുതയിലെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു എന്നാണ് നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പൊ സഹിഷ്ണുത എന്ന് പറയുന്നത് പ്രത്യാശയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദപ്രയോഗമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. സഹിക്കുന്ന അനുഭവമാണല്ലോ സഹിഷ്ണുത എന്ന് പറഞ്ഞത്. ആ സഹിക്കുന്ന അനുഭവം പ്രത്യാശയിലേക്കാണ് നമ്മെ വഴി നടത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗം വളരെ കറക്റ്റ് ആണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. വളരെ വളരെ കർക്കശമായ നിലയിൽ പൗലോസ് ഈ ഭാഷ ഇവിടെ ഉപയോഗിക്കുകയാണ്. അടിസ്ഥാന പ്രമാണങ്ങൾ, അതാണല്ലോ വിശ്വാസവും പ്രത്യാശയും സ്നേഹം എന്ന് പറയുന്നത്. 1-13-ാം അധ്യായത്തിൽ നിലനിൽക്കുന്ന 3 ഘടകങ്ങളെ പറ്റി വായിക്കുന്നു. വലുത് സ്നേഹവുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ 1-13 രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അടിസ്ഥാന പ്രമാണങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കണം. ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിങ്ങൾ ശക്തന്മാരായിരിക്കണം. ആ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് പറയാണ് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. ആ വാക്കിന്റെ ആശയം മനസ്സിലായോ? അടിസ്ഥാന പ്രമാണങ്ങളിൽ നിങ്ങൾ
ശക്തന്മാരായിരിക്കണം. ഈ സന്ധ്യാസമയത്ത് രാത്രി ഒരു 9:30 മണിയായ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദീർഘവർഷങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ച ദൈവജനമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ നാം എത്രത്തോളം ശക്തന്മാരാണ്? വിശ്വാസത്തിന്റെ ശക്തി, സ്നേഹത്തിന്റെ ശക്തി, പ്രത്യാശയുടെ ശക്തി എത്രമാത്രം നമ്മിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ? അടിസ്ഥാന പ്രമാണങ്ങളിൽ നാം എത്രമാത്രം ശക്തന്മാരാണ്? ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം വിശ്വാസ ജീവിതം ആരംഭിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി നാം ആ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നാം എത്രമാത്രം ശക്തന്മാരാണ്? വിശ്വാസം ഡെഫിനേഷൻ ചോദിച്ചാൽ നമുക്കറിയാം എന്താ അതിന്റെ ഡെഫിനേഷൻ. വിശ്വാസം എന്നതോ ആശിക്കിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്നാൽ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നിശ്ചയം അതെത്ര മാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? വളരെ ഗൗരവമുള്ളതായ ഒരു ചിത്രമല്ലേ? നിങ്ങൾ ഈ വിഷയത്തിൽ ഗൗരവബോധമുള്ളവരായിരിക്കണം എന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, പൗലോസ് പ്രസംഗിക്കുകയാണ്, തീത്തോസിനെ പറഞ്ഞ് ഫലമേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഗൗരവബോധമുള്ളവരല്ല എങ്കിൽ തീത്തോസ് എന്ത് ചെയ്യണമെന്ന് അവസാനം പറഞ്ഞത്? ശാസിക്കണം. ഇപ്പൊ ഈ വിഷയത്തിന്റെ ആകത്തുക, ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയിരിക്കുന്നു? വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും, അതാണല്ലോ അടിസ്ഥാന വിഷയം. ഈ അടിസ്ഥാന വിഷയത്തിൽ നാം എത്രമാത്രം ശക്തന്മാരാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിന്റെ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ നാം നേരിടുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൽ നാം ശക്തന്മാരാണോ? അതോ വിശ്വാസത്തിന്റെ പാപ്പരത്വമാണോ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വെളിപ്പെട്ടു വരുന്നത്? നാം വിശ്വാസത്തിൽ വളർച്ചയുള്ളവരാണോ? എന്താ പത്രോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്? വിശ്വാസത്തിലും പിന്നെ കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും എന്ത് ചെയ്യണമെന്നാ? വർദ്ധിച്ചു വരുന്നവരാകണം, വളരുന്നവരാകണമെന്ന് പറഞ്ഞാണല്ലോ പത്രോസ് ലേഖനം അവസാനിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാന പ്രമാണങ്ങളിൽ ഞാനും നിങ്ങളും എത്രത്തോളം ശക്തന്മാരാണ്? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതായ ഒരു ചോദ്യം അല്ലേ? ആണെന്ന് സമ്മതിക്കാമോ? നമ്മുടെ ഈ നാളുകളിലെ ജീവിതം നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ വിശ്വാസ സംബന്ധമായി നാം എത്രമാത്രം ശക്തന്മാരാണ്? തങ്കച്ചായൻ രാജസ്ഥാനിൽ നിന്ന് കേൾക്കുകയാണല്ലേ, വിജയ തങ്കച്ചായൻ. ഞാൻ ചോദിക്കട്ടെ, നാം എത്രമാത്രം ശക്തന്മാരാണ്? വിശ്വാസ ജീവിതത്തിൽ അടിസ്ഥാന പ്രമാണങ്ങളിൽ നാം ശക്തന്മാരാണോ? കർത്താവ് വിശേഷാൽ സഹായിക്കട്ടെ. ഈ വിഷയം പറയുമ്പോൾ വിജയസവര തീത്തോസിനോട് പറയാണ്, നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം, നിങ്ങൾ ഗൗരവമേറിയവരായിരിക്കണം, നിങ്ങൾ സമചിത്തതയുള്ളവരായിരിക്കണം. എത്രയോ എന്താ അതിന് പറയേണ്ടത്? എത്രയോ ആകർഷണീയമായ നിലയിലാണ് പൗലോസ് ഈ ജനത്തോട് സംസാരിക്കുന്നത്. തീർന്നില്ല, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, 4 വിഷയങ്ങളാണുള്ളത്. രണ്ടാമത്തെ കാര്യം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. തീത്തോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ,
വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞി അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും. അടുത്ത വാക്ക്, 4-ാമത്തെ വാക്യം, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. യൗവനക്കാരത്തികളെ വ്യക്തിപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും. മതി, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവിടെ തന്നെ എഴുതിയിരിക്കുകയാണ്. എന്ത് ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണമെന്ന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വിജയസവര? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സുബോധമുള്ളവരല്ല എങ്കിൽ ദൈവവചനം ദുഷിക്കപ്പെടും. ദൈവവചനം ദുഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് മുഴുവൻ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതായ ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? ദൈവവചനം ദുഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ നമ്മുടെ ജീവിതവുമായി ചേർത്ത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത്. പരിശുദ്ധാത്മാവോടെ ശക്തമായിരിക്കുന്ന ഒരു പ്രബോധനം എന്ന നിലയിലാണ് ഈ വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഗൗരവമുള്ളവരായിരിക്കണം, ഗൗരവബോധമുള്ളവരായിരിക്കണം. അതല്ല എങ്കിൽ നമ്മിൽ ദൈവവചനം ദുഷിക്കപ്പെടും. അതൊരു വലിയ മുന്നറിയിപ്പാട് തരികയാണ്. എങ്ങനെയാ ദുഷിക്കപ്പെടുന്നത്? നാം ദുഷിക്കപ്പെട്ടാൽ നമ്മെ ആയിരിക്കുകയാണ് പറയുന്നത്, പിന്നെ ദൈവവചനത്തെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെങ്കിൽ നമ്മെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലായിരിക്കാം. പക്ഷെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് ഈ പുസ്തകത്തെയാണ്. പുസ്തകവുമായിട്ട് നടക്കുന്നു, ജീവിതം കണ്ടില്ലേ? ഇതാ ചോദ്യം വരുന്നത്. ഇങ്ങനെയാണ് ദൈവവചനം ദുഷിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമായിട്ടല്ലേ അതിനെ കാണാൻ കഴിയുന്നത്? ദൈവവചനം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല സ്ഥാനങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അധികം പരിശോധിക്കാതിരിക്കാൻ നല്ലത് കേട്ടോ, അധികം പരിശോധിക്കേണ്ട. കാരണം ദൈവഭയമില്ലാതെ, ദൈവത്തെ അല്പം പോലും ഭയപ്പെടാതെ ഒരു ലോകമയത്വത്തിൽ ജീവിക്കുന്നതായ ആ ജീവിതം കൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടുന്ന സ്ഥിതി പലയിടത്തും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പലയിടത്തും. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവബോധത്തോടുകൂടെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഇവിടെ പരിശുദ്ധാത്മാവായ ദൈവം ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം, നിങ്ങൾ ഗൗരവബോധമുള്ളവരായിരിക്കണം. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യം, അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 7-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനമുള്ളവൻ ആയിരിക്കാം എന്ന് പറയുന്ന ഭാഗത്തും ഇതേ ആശയം കാണാൻ കഴിയുന്നുണ്ട്. ഗൗരവബോധമുള്ളവരായിരിക്കുക. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കണം. ആരാ നമ്മുടെ വിരോധി? വിജയസോര, ആരാ നമ്മുടെ വിരോധി?
പിശാചാണ്. പിശാജ് ലജ്ജിക്കുന്നുണ്ടോ? അപവാദം പറയാൻ ഒന്നുമില്ലാതെ പിശാജ് ലജ്ജിക്കണമെന്ന്. നമ്മെ കൊണ്ട് ഒരു തിന്മയും കളവായി പറവാൻ വകയില്ലാതെ ലജ്ജിക്കണം എന്ന് പറയുമ്പോൾ ആ ജീവിതം എത്രമാത്രം സൂക്ഷ്മതയുള്ളതായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മെ കൊണ്ട് ഒരു തിന്മയും കളവായി പറവാൻ വകയില്ലാതെ ലജ്ജിക്കണം. പിശാച് ലജ്ജിക്കണമെന്ന് നമുക്ക് പറയാനില്ലാതെ. അങ്ങനെയെങ്കിൽ ഈ വിഷയം എത്രമാത്രം ഗൗരവമുള്ളതായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എല്ലാം അതുപോലെ നിവർത്തിക്കപ്പെടുന്നുണ്ടോ? അതോ നാം പിശാചിന്റെ അടിമത്വം നിന്നും വിടുവിക്കപ്പെട്ടിട്ട് സ്വതന്ത്രമാക്കിയിട്ട് ഇന്നും പിശാചിന്റെ ആലോചനയാൽ നടക്കുന്നവരാണോ? എഫേസ്യർ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ വായിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമുണ്ടല്ലോ. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അല്ലേ? അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇരിപ്പാൻ ഇപ്പോൾ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവനിടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. നമ്മുടെ മുൻകാല അനുഭവത്തെ പറ്റി പരിശുദ്ധാത്മാവ് പറയുകയാണ്, അല്ലേ? ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ വിശദീകരണം എന്താ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിശദീകരണം? അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് നാം ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നടന്നവരായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതി, ഈ ലോകം എന്നെ എവിടേക്ക് നയിക്കുന്നുവോ അവിടേക്ക് ഞാൻ പോകുന്നു. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ഞാൻ നടന്നു. പിന്നെ അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അതാരാ വിജയസോര? അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് പിശാച് തന്നെയാ, സംശയമൊന്നുമില്ല. അപ്പൊ ലോകത്തിനനുസരിച്ച് നടന്നു, പിന്നെ പിശാചിനനുസരിച്ച് നടന്നു. പിന്നെ എന്താ അവിടെ വായിക്കുന്നത്? 3-ാം വാക്യത്തിൽ പിന്നെ എന്താ അവിടെ വായിക്കുന്നത്? അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ഇപ്പൊ 3 കാര്യങ്ങൾ കിട്ടിയോ അവിടെ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നാം ലോകത്തെ അനുസരിച്ച് നടന്നവരായിരുന്നു, നാം പിശാചിനെ അനുസരിച്ച് നടന്നവരായിരുന്നു, നാം ജഡമോഹങ്ങളിൽ നടന്നവരായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 3 സത്യങ്ങൾ നാം മനസ്സിലാക്കണം. 1, ലോകത്തെ അനുസരിച്ച് നടന്നവരായിരുന്നു. 2, പിശാചിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. 3, ജഡമോഹങ്ങളെ അനുസരിച്ച് നടന്നവരായിരുന്നു. ഇന്ന് നാം നമ്മെ ദൈവം ഉയർപ്പിച്ചു, ഇല്ലേ? പി എസ് ജോൺസവന, ഇന്ന് ദൈവം നമ്മെ ഉയർപ്പിച്ചു, ഇല്ലേ? നമ്മെ ദൈവം ഉയർപ്പിച്ചു. പക്ഷെ ഇന്ന് ഇതിന്റെ സ്വാധീന ശക്തി നമ്മിലുണ്ടോ? നമ്മെ ഉയർപ്പിച്ചു, നമുക്ക് ജീവൻ നൽകി തന്നു, പിശാചിന്റെ അടിമത്വത്തിൽ നമ്മെ വിടുവിച്ചു, നമ്മെ സ്വതന്ത്രരാക്കി. ഇന്ന് ഇതുമായുള്ള ബന്ധം എങ്ങനെയാ? ഇന്ന് നാം ലോകത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? നമ്മൾ പാടും,
ലോകമെനിക്കു വൈരി. അങ്ങനെയല്ലേ ശ്രാവൺ സോര പാടുന്നേ അല്ലേ? ലോകം എനിക്ക് വൈരി. പക്ഷെ ലോകം വൈരിയാണോ നമ്മുടെ? പിശാചിനെ അനുസരിക്കുന്നില്ല എന്ന് പറയും ചോദിച്ചാൽ, ഇല്ലേ? പക്ഷെ പിശാചിനെ അനുസരിക്കുന്നുണ്ടോ ശ്രാവൺ സോര? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ചിരിച്ചാ പോരാ കേട്ടോ. പിശാചിന്റെ വാക്കുകളുടെ പിന്നാലെ പോകുന്നവരാണ് നാം. ജഡമോഹം ഇന്ന് നമ്മിലുണ്ടോ? ഇന്ന് നമ്മൾ ജഡമോഹം ഭരിക്കുന്നുണ്ടോ? പിന്നെ നമ്മളെ വിടുവിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇത് മൂന്നും ഇന്ന് നമ്മെ കീഴ്പ്പെടുത്താൻ പാടില്ല. ഇത് മൂന്നും ഇന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ലോകവും ജഡവും പിശാചും ഇന്നുണ്ട്. എന്നാൽ നാം വിടുവിക്കപ്പെട്ടവർ എന്നുള്ളതായ നിലയിൽ ഇത് മൂന്നും ഇന്ന് നമ്മെ കീഴ്പ്പെടുത്തി കളവാൻ ഇടയാകരുത്. അവിടെയാണ് നാം സുബോധമുള്ളവരായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ ഈ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്, തീത്തോസിനെ ഓർമ്മിപ്പിക്കുന്നത്. ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ലോകവും ജഡവും പിശാചും ഇന്നുകൊണ്ട് അതിന് മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ വരവരെയും അത് ഉണ്ടാകും. ഒരു തേസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുന്നത് വരെ ഈ ശരീരത്തിൽ നാം ഇത് അനുഭവിക്കേണ്ടവരാണ്. ഒരു കാര്യം വിശേഷ ശ്രദ്ധിക്കണം, ഇത് മൂന്നും ഇന്ന് നമ്മെ കീഴ്പ്പെടുത്തി കളയുവാൻ ഇടയാകരുത്. ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളും എങ്ങനെയായിരിക്കണം? ഗൗരവബോധമുള്ളവരായിരിക്കണം. ഇത് നിസ്സാരമല്ല. ഇത് നിസ്സാരമെന്ന് തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഈ പ്രബോധനത്തിന്റെ പിന്നാമ്പ്. ഇനി 4-ാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് എളുപ്പം കടന്നു വരട്ടെ. 4-ാമത്തെ കാര്യം 13-ാമത്തെ വാക്യം. എന്താ 13-ാമത്തെ വാക്യം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കേണ്ടതിന്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. വർജിക്കുക എന്ന വാക്കിനെ ഉപേക്ഷിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്ത് നാം എങ്ങനെയായിരിക്കണം? നാം സുബോധമുള്ളവരായിരിക്കണം. നമുക്ക് 4 വാക്കുകളാണ്, അല്ലെ ഒരു വാക്ക് 4 ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആശയം എത്രയോ വലുതാണ്. വിശേഷാൽ നാം അത് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മോഹങ്ങൾക്ക് നാം ആരും എന്ത് ചെയ്ത് വശംവദരായി തീരരുത്. പ്രപഞ്ചമോഹങ്ങളെ ഉപേക്ഷിക്കുവാൻ ഇടയാകണം. കർത്താവ് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ വർജനത്തെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് മിക്കവാറും പഠിക്കാനായിട്ട് കഴിയും. നാം വർജിക്കണം, പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം. എന്നിട്ട് പറയുകയാണ്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കേണ്ടതിന് ഞാനും നിങ്ങളും സുബോധമുള്ളവരായിരിക്കണം. വളരെ ഗൗരവമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് 4 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു വാക്ക്. എന്താണത്? സുബോധമുള്ള. സോബർ എന്നാണ് ആ വാക്ക്. ആ സുബോധമുള്ള എന്നാക്കുന്ന വാക്ക് 4 വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നമ്മുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുന്നത്. ആ 4 വിഷയങ്ങളാണ് നാം ഇതുവരെ ചിന്തിപ്പാനൊക്കെ ഇടയായിട്ടുള്ളത്. ഇനി ഞാൻ ഈ വിഷയത്തിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. 2 പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ഈ 11-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, രക്ഷിക്കുന്ന കൃപ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷിക്കുന്ന കൃപ. 2-ാമത്തേത്, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ. 2 കാര്യങ്ങൾ. ഒന്ന്, രക്ഷിക്കുന്ന കൃപ. 2, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. ശിക്ഷിച്ച് തള്ളിക്കളയല്ല, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. വളരെ പ്രധാനപ്പെട്ടതായ ചില വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ എന്നുള്ളത് നമുക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. രക്ഷിക്കുന്ന കൃപ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇവിടെ ദൈവകൃപ എന്ന്
നാമകരണം ചെയ്തിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വിഷയമായിട്ട് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. രക്ഷിക്കുന്ന കൃപ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദയത്തെ സംബന്ധിച്ചാണ് അവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആർക്കും സ്വയമായി രക്ഷിക്കാൻ കഴിയുന്നതല്ല, തന്നെത്താൻ രക്ഷിക്കാനാവില്ല. നഷ്ടപ്പെട്ടു പോയ മാനവവർഗത്തെ മാനവവർഗത്തിന്റെ ആത്മരക്ഷ കൃപയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. നഷ്ടപ്പെട്ടു പോയ മുഴുവൻ മാനവവർഗത്തിന്റെയും ആത്മരക്ഷ കൃപയാൽ മാത്രം സാധിക്കുന്നതാണ്. തീമോഥെയോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ളതായ വാക്യം വായിച്ചാൽ, 1 തീമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ ആശയം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എന്താ എഴുതിക്കുന്നത് അറിയാമോ? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യം ധന്യനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സകല മനുഷ്യരും, നോക്കുക, വാക്ക് നോക്കുക, 4-ാമത്തെ വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ വലിയ ഇച്ഛ, ദൈവത്തിന്റെ താല്പര്യം അതെത്രയോ ഗൗരവമേറിയതായ ഒന്നായിരിക്കുന്നു. ഈ രക്ഷയുടെ വിശദീകരണം എന്താണെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഈ രക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശദീകരണം തീത്തോസിനെ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. തീത്തോസ് 2:14. എന്താ അവിടെ വായിക്കുന്നു നോക്കി. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ഒന്ന് ധ്യാനിക്കാമോ പ്രിയപ്പെട്ടവരെ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമോ പ്രിയപ്പെട്ടവരെ? എന്താ അവിടെ വായിക്കുന്നത്? നാം ഇപ്പോൾ വായിച്ച 14-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. ആ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയം എത്ര വലുതാന്ന് നോക്കി. തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. കർത്താവായ യേശുക്രിസ്തുവിനാൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും. തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ അർപ്പിച്ച ദൈവപുത്രങ്കനുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും 24-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. ആരെ ഏൽപ്പിച്ചു? പുത്രനെ ഏൽപ്പിച്ചു. നമുക്ക് ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ഗലാത്യർ 2:20 വായിച്ചു. പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി എബ്രായർ 9:14 വായിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ
ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും എന്ത് ചെയ്തു? തന്റെ പുത്രനെ മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം ഏൽപ്പിച്ചു കൊടുത്തു, പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? നമ്മെ രക്ഷിക്കേണ്ടതിനു വേണ്ടി. കർത്താവായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ അതിമനോഹരമായ രംഗം ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രക്ഷയുടെ വിശദീകരണമായ പൗലോസ് പറയാണ്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി ഈ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ നൽകി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ നൽകി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ പകരക്കാരനായിട്ട് അവനായിത്തീർന്നു. നമ്മുടെ പകരക്കാരനായിട്ട് അവനായിത്തീർന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വയം ഏറ്റെടുക്കുവാനിടയായി, മരണം ആസ്വദിപ്പാനിടയായി. എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? എബ്രായർ 2:9, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. അവൻ 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 മരണം ആസ്വദിച്ചു. പെട്ടെന്നല്ലായിരുന്നു അവന്റെ മരണം. പെട്ടെന്നല്ലായിരുന്നു. പെട്ടെന്ന് മരിക്കാമായിരുന്നു വേണമെങ്കിൽ, ഇല്ലേ? എന്തിനാ ക്രൂശിക്കുന്ന കള്ളന്മാരുടെ കാലൊടിച്ചത്? രണ്ടുപേരുടെയും കാലൊടിച്ചു, ഇല്ലേ? യേശു മരിച്ചു എന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. അത് ദൈവത്തിന്റെ വചനത്തിന് നിവൃത്തിയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കാലൊടിച്ചിരുന്നെങ്കിൽ വേഗം മരിക്കുമായിരുന്നു. അങ്ങനെയാണ് ശരീരശാസ്ത്രം പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കാൽ ഒടിക്കേണ്ടി വന്നില്ല. അവൻ മരണം ആസ്വദിച്ചാണ് മരിച്ചത്. അവൻ മരണം അനുഭവിപ്പാണ്ടക്കൊണ്ടമിടയായി തീർന്നു. നമ്മെ സ്വതന്ത്രരാക്കുവാൻ നമുക്ക് വേണ്ടി തന്നെത്താൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ നമുക്ക് വേണ്ടിയായി തീർന്നു. അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം നാം എന്താ വായിക്കുന്നത്? 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നില്ലേ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. യെസ്, നമ്മുടെ പാപങ്ങളെ മുഴുവനായി ചുമന്നൊഴിച്ച ദൈവപുത്രൻ. ഓ, കർത്താവിന്റെ മരണം എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ്. നാം ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്, അല്ലേ? വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം. അങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട്. പോട്ടെ, വീണ്ടെടുക്കപ്പെട്ടവരാണ്. എന്താ വീണ്ടെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മറുവില കൊടുത്ത് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. മറുവില കൊടുത്ത് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. എന്താ മറുവില കൊടുത്തത്? കർത്താവിനെ താൻ തന്നെ മറുവില കൊടുക്കാനിടയായി തീർന്നു. നമ്മുടെ കർത്താവായ നാം എന്താ വായിക്കുന്ന? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവില കൊടുപ്പാനും അത്രേ വന്നത്. അവൻ മറുവില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്വതന്ത്രരാക്കി, നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. രക്ഷിക്കുന്ന കൃപയുടെ പ്രത്യേകത എത്ര ഗൗരവമേറിയ ഒരു വിഷയമാണെന്നറിയാമോ? കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മറുവില കൊടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കി. എല്ലാവരും പാപത്തിന്റെ അടിമകളായിരുന്നു. ഈ തീത്തോസ് ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന മുമ്പേ നാമം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യനും അസൂയലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം ആയിരുന്നല്ലോ. നമ്മുടെ മുമ്പത്തെ അനുഭവം ഇങ്ങനെയൊക്കെ നാം ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് നമ്മെ വിടുവിച്ചു. സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇനിമേൽ പാപത്തിന് കർത്തൃത്വം നടത്തുവാനാവില്ല.
പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവൻ നമ്മെ സ്വതന്ത്രരാക്കുവാൻ ഇടയായി തീർന്നു. രക്ഷിക്കുന്ന കൃപ, ഈ കൃപയുടെ സമൃദ്ധി എന്ന് ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവകൃപയുടെ സമൃദ്ധി, ദൈവഭക്തിയുടെ പ്രായോഗികമായ ജീവിതാനുഭവം, അതാണ് ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ. കർത്താവ് ചില അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ആ കാര്യം ചിന്തിപ്പാൻ കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ കയറിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ടവരാ, നാം സ്വതന്ത്രരാ, നാം ദൈവ മക്കളാണ്. രക്ഷിക്കുന്ന കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു. രക്ഷിക്കപ്പെടുവാൻ നമുക്കിടയായി തീർന്നത് എത്രയോ ഭാഗ്യമായിട്ട് നാം കരുതണം. ഇന്ന് ആ ദൈവകൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതലായി അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കർത്താവ് നമ്മുടെ കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രഥമ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി 3 ക്ലാസ് കൂടി ഉണ്ട്. ആ 3 ക്ലാസ്സിലെ വിഷയം തീർക്കണം. തീരുവോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീരുന്നിടം വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ ഈ വാക്കുകളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.